പാലൊക്കെ ഇവിടെ അത്യാവശ്യം പാലൊക്കെ കഴിക്കണം. അത് നമ്മളിത് ഉറയിക്കാനുള്ള പരിപാടിയാണ് ഞാൻ ആലോചിക്കേണ്ടത്. പിന്നെ ആസിഡ് കൂട്ടണം. ആസിഡ് നമ്മൾ നേർപ്പിച്ചെടുക്കണം. അപ്പം ആസിഡ് കൂട്ടുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആസിഡാണിത്. അപ്പോൾ നമ്മൾ ആസിഡ് കൂട്ടുന്നത് ഇത് 60 മില്ലിൻ്റെ ഔൺസ് പാത്രമാണ്. ഇതിലേക്ക് നമ്മൾ ഈ 2 ലിറ്ററിൻ്റെ പാത്രത്തിലേക്കാണ് നമ്മൾ ആസിഡ് കൂട്ടി വെക്കുന്നത്. മേലാണത് ശ്രദ്ധിക്കണം കേട്ടോ. ആസിഡ് മേലാണത് ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ആസിഡ് കൂട്ടൽ 1 ലിറ്റർ വെള്ളത്തേക്ക് 30 മില്ലി എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി സീറ്റ് അന്നാന്ന് അടിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് അത് പഴയ സിസ്റ്റമാണ്. ഇന്ന് കുറച്ച് നാളെ സീറ്റ് അടിക്കുന്ന സിസ്റ്റമാണത്. അപ്പോൾ ഡെയിലി അങ്ങനെ അടിക്കുന്നതുകൊണ്ട് നമ്മൾ 1.5 ഔൺസ് വെക്കുക. അതായത് ഈ ലെവലിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ആവശ്യത്തേക്ക് 2 ലിറ്റർ വെള്ളം ഇത് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ കന്നാസിലുള്ള പാല് നമ്മൾ ആദ്യം അരിച്ചെടുക്കണം. ഇത് അരിച്ച പാലാണ് അതിലുള്ളത്. അപ്പോൾ ഇത് അരിച്ചെടുക്കുക. അപ്പോൾ ആ പാൽ കന്നാസ് ഒന്ന് കുലുക്കി പാലിന് വെക്കുക. സംഭവം നിയമപരമായിട്ട് പാൽ വെള്ളം ചേർക്കലേ തെറ്റാണെങ്കിലും ഇത് പാൽ വെള്ളം ചേർക്കൽ നിർബന്ധമാണ് ഇവിടെ. നമ്മൾ ആസിഡിനകത്ത് കൂട്ടി വെച്ച ആസിഡാണ്. സീറ്റിക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ആസിഡ് പാരുന്ന 1 ഔൺസ്, പിന്നെ 1 കപ്പ് വെള്ളം പാരുന്നത്. അതാണ് ചെറിയ ചിരട്ടയാണ്. 2 ലിറ്റർ പാല് പാരുന്നത്. 2 ലിറ്റർ പാല് പാരുന്നു. അത് ഡിഷിലേക്ക് ഇത് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അതാ പാലും വെള്ളവും ആസിഡും പാടെ ഒന്ന് മിക്സാകാൻ വേണ്ടി എല്ലാത്തേക്കൊന്ന് ശരിക്കൊന്ന് മിക്സാക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. സംഭവം സീറ്റായി. അപ്പോൾ ഇതാ ആസിഡ് ആദ്യം ഒഴിക്കണം. വെള്ളം വീണ്ടും ഒഴിക്കണം. പിന്നെ പാൽ ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ആസിഡ് ഒഴിക്കുക. പാല് ലാസ്റ്റ് ഒഴിക്കുക. അല്ലാതെ പാൽ ഒഴിച്ചേക്ക് ആസിഡ് മുകളിൽ ഒഴിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഡിഷ് ആദ്യം ഒന്ന് നനക്കണം കേട്ടോ. എന്നാലേ ഡിഷ് ആദ്യം ശരിക്കും നനക്കണം. എന്നാലേ അതിനൊരു കിട്ടുള്ളൂ. മറ്റേ അതിനൊന്ന് കോർന്നിട്ടില്ല. പാൽ ഉറവച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ സീറ്റ് അടിക്കാനാവും. സീറ്റ് അടിക്കണം കേട്ടോ. സീറ്റ് അടിച്ചാനയക്കണം. നമ്മൾ സീറ്റ് അടിച്ചാൽ എങ്ങനെ നോക്കാം. ഏകദേശം ഒരു പാകത്തിന് വെച്ചിട്ട്
ഇപ്പോൾ വീതി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കുറച്ച് വീതി വെച്ചിട്ട് കുറച്ച് സീറ്റ് അടിച്ചതിൻ്റെ ശേഷം നമുക്ക് നീളത്തിനുണ്ട് അടിക്കുക, പിന്നെ അച്ചിലും അടിക്കുക. ഇത്രയുള്ള സംഭവം. ഇപ്പോൾ നമ്മൾ വീതി അടിച്ചപ്പോൾ ഉള്ള ലെവലാണ്. ഒന്നുകൂടി താത്തി കൊടുക്കുക, മെഷീൻ ടൈറ്റാക്കിയിട്ട് നീളം അടിക്കാനാണ് നിൽക്കേണ്ടത്. നീളം ഇങ്ങനെ സെൻറ്റർ അങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ ടൈറ്റ് ഓവറാണ്, അതൊന്ന് അയച്ചെടുക്കുക. ഇപ്പോൾ വീതി നീളം അടിച്ചു. നമ്മൾ അച്ചിക്ക് അടിക്കണം. അങ്ങനെ സീറ്റ് തന്നെയാണ്. അടിപൊളി സീറ്റുണ്ട്. അപ്പോൾ നമ്മളെ സീറ്റടി കഴിഞ്ഞു. സീറ്റ് അടിച്ചൊക്കെ കഴിഞ്ഞു. സാറായി കണ്ടില്ല. അപ്പോൾ സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ചെയ്താൽ അതായത് ഇതായില്ലേ.